ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ക്രീം വേൾഡിലേക്ക് സ്വാഗതം. നല്ല നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള കടച്ചക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിവിടെ കടച്ചക്ക എന്ന് പറയട്ടെ, ചില നാടുകളിലൊക്കെ ഷീമച്ചക്ക എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ ചിക്കനും ബീഫൊക്കെ തോറ്റു പോകട്ടോ, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്കിത് കഴിക്കാൻ, ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ കടച്ചക്ക ഉണ്ടോ, 1 കിലോ കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഒരു 6 പേർക്കൊക്കെ കഴിക്കാൻ ഇതിൻ്റെ പകുതി മതിയാവും. നമുക്ക് ഇതിൻ്റെ പകുതി നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ, താഴേക്ക് ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അതിൻ്റെ ഉള്ളിലെ മൂക്ക്, നമ്മളിവിടെ പറയട്ടോ ചക്കയുടെ മൂക്ക് എന്നൊക്കെ പറയും പോലെ, അതിൻ്റെ ഉള്ളിലത്തെ അതിന് നിങ്ങളവിടെ എന്താ പറയുക, കരുളോ അങ്ങനെ എന്തോ പറയാറുണ്ട്, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അതും കൂടി കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ചെറുതാക്കി കട്ട് ചെയ്യണ്ട കേട്ടോ, കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതുപോലെ വലുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ചെറുതാക്കി പെട്ടെന്ന് ഉടഞ്ഞു പോട്ടോ കഷ്ണം, അതുകൊണ്ടാണ് ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. അതുപോലെ ഒരു 3-4 പച്ചമുളക് എടുത്തോട്ടോ. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. കടച്ചക്കയും അതുപോലെ തക്കാളി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കടച്ചക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. നമ്മളിതിവിടെ 2 വിസിലടിപ്പിച്ചെടുത്തിട്ട്, ചെറിയ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ച് നിങ്ങൾ വേവിക്കട്ടോ, ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ കുക്കർ ഇവിടെ 2 വിസിലടിച്ചിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തരക്കാം. ഇനി വറുക്കാനായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഇനി എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കടച്ചക്ക ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടച്ചക്ക ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കിഴങ്ങ് പോലെ നല്ല പൊടിയുള്ള കടച്ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കറി തിളപ്പിക്കാനായിട്ടൊന്ന് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ ആ അരപ്പിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന തേങ്ങയുടെ അളവിനനുസരിച്ചായിരിക്കും കേട്ടോ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമായിരിക്കും കേട്ടോ. ചിലർക്ക് നല്ല തിക്കായിട്ടും ചിലർക്ക് നല്ല ലൂസായിട്ടുള്ള കറിയൊക്കെ ഇഷ്ടം. നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടില്ല കേട്ടോ, കൊച്ചുള്ളി. ഇനി നമുക്കിതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് ചെറുതായിട്ട് മൂക്കുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചൊരു 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മീൻ കറി, അതുപോലെ ചിക്കൻ കറി, ബീഫ് കറി എന്തിൻ്റെ കൂടെ ഇതുപോലെ നമ്മൾ വറവ് ചേർക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്താൽ നമുക്ക് കറിക്കൊരു ഭംഗിയും അതുപോലെ നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള കടച്ചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ തീർച്ചയായും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നാടൻ റെസിപ്പികൾ ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ അതൊന്ന് കയറി കാണണേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല നാടൻ റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം.